ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ നിലമ്പൂർ, എടക്കര, വഴിക്കടവ്, പോത്തുകൽ, പൂക്കോട്ടുംപാടം എന്നീ 5 പോലീസ് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത്. നടത്തിപ്പിന്റെ ഭാഗമായിട്ട് നിലമ്പൂർ LIC നമുക്ക് മൊത്തം 5 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് ഭരണം നടക്കുന്നത്. അത് ഇപ്പോൾ നിലവിൽ നിലമ്പൂർ സബ് ഡിവിഷന്റെ കീഴിലാണ് വരുന്നത്. അതിനെ തന്നെ ഈ 5 പോലീസ് സ്റ്റേഷനുകളെ തന്നെ 2 ഇലക്ഷൻ സബ് ഡിവിഷനുകളായിട്ട് നമ്മൾ തിരിക്കുകയാണ്. അതില് നിലമ്പൂർ നിലമ്പൂർ, പൂക്കോട്ടുംപാടം ഈ 2 സ്റ്റേഷനുകളും ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലും, പോത്തുകല്ല്, വഴിക്കടവ്, എടക്കര ഈ 3 സ്റ്റേഷനുകളും മറ്റൊരു ഡിവൈഎസ്പിയുടെ. സോ ഈ 5 പോലീസ് സ്റ്റേഷൻ പരിധിയിലായിട്ട് ഭരണം നടക്കുന്ന നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് കവർ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ അവിടുത്തെ നിലവിലുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ, 5 സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഈ 2 ദിവസങ്ങൾ 18, 19 നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൊത്തം ഡിപ്ലോയ്മെന്റ് നമ്മൾ 1200 അധികം 1200+ പോലീസ് ഓഫീസേഴ്സിനെയാണ് മൊത്തത്തിൽ ഡിപ്ലോയ് ചെയ്യുന്നത്. ബൂത്ത് ലെവൽ ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും. സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് ഇല്ല. നമ്മൾ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ബൂത്തുള്ള പോളിംഗ് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ മിനിമം 2 പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും ഉണ്ടാവുക. അതിന് സ്കെയിൽ അനുസരിച്ച് കെട്ടിടങ്ങളുടെ പോളിംഗ് സ്റ്റേഷനുകളുടെ നമ്പർ കൂടുന്നതനുസരിച്ച് 5ഉം 6ഉം ഒക്കെ ആയിട്ട് അതിന്റെ നമ്പറുകൾ കൂടും. നിലവിൽ നമുക്ക് ഒരു കമ്പനി 91 CAPF അംഗങ്ങൾ നമുക്ക് വന്നിരിക്കുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് ഫോഴ്സസ്, അവരുടെ CISFന്റെ ഒരു കമ്പനി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരെയാണ് നമ്മൾ നമ്മുടെ ഇലക്ഷന് വേണ്ടി പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക. അവരെ പ്രധാനമായിട്ടും നിയോഗിക്കുക നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള നേരത്തെ കളക്ടർ പരാമർശിക്കുന്ന ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻസ്, ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്ന സാധ്യത സങ്കല്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട്. അവരും 18-ാം തീയതി രാവിലെ മുതൽ ഡിപ്ലോയിഡ് ആയിരിക്കും. 18-ാം തീയതി രാവിലെ മുതൽ 19-ാം തീയതി വൈകുന്നേരം വരേക്കും നമ്മുടെ ഇന്റർസ്റ്റേറ്റ് ബോർഡർ ആയിട്ടുള്ള വഴിക്കടവ് ചെക്ക് പോസ്റ്റും കൂടാതെ LIC ബോർഡറുകൾ, നിയോജക മണ്ഡലത്തിന്റെ ബോർഡറുകൾ 6 സ്ഥലത്ത് ബോർഡർ ചെക്കിംഗ് സംവിധാനം ഉറപ്പൊരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ പോളിംഗ് ഓഫീഷ്യൽസിന്റെ മൂവ്മെന്റും പോളിംഗ് മെറ്റീരിയൽസിന്റെ മൂവ്മെന്റും അത് 18-ാം തീയതി രാവിലെ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ മാർത്തോമയിൽ നിന്ന് വിവിധ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതും അതിന് ആംഡ് എസ്കോർട്ട് അടക്കം ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തിരികെ 19-ാം തീയതി വൈകുന്നേരം പോളിംഗിന് ശേഷം തിരിച്ചെത്തിച്ച് അതില് ഒബ്സർവേഴ്സിന്റെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സെക്യൂരിറ്റി സീൽ ചെയ്ത് അത് CAPFന്റെ നേതൃത്വത്തിൽ അവരുടെ സെക്യൂരിറ്റി ഹാൻഡിലേക്ക് പോകും. കൗണ്ടിംഗ് സെന്റർ ബന്ദോബസ്ത് ചെയ്തിരിക്കുന്നത് 3 തലത്തിലാണ്. അതിൽ ഇന്റർ കോർഡൺ സെക്യൂരിറ്റി ഉള്ളത് CISFന്റെ പാർട്ടി ആയിരിക്കും. ഔട്ടർ കോർഡൺ, അതായത് ആ കെട്ടിടത്തിന്റെ പുറം ചുറ്റുഭാഗത്തുള്ളത് കേരള പോലീസിന്റെ ആംഡ് ബറ്റാലിയൻ പോലീസ് സേനാംഗങ്ങളായിരിക്കും. പുറമെ അതിന് കെട്ടിടത്തിന് ചുറ്റുമുള്ള പെരിഫറി റോഡ്സിനകത്തുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്തുള്ള ലോക്കൽ പോലീസ് ആയിരിക്കും. 3 ടയർ സെക്യൂരിറ്റിയാണ് കൗണ്ടിംഗ് സെന്റർ റിലേറ്റഡ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാത്തിലും ഉപരി പ്രധാനമായിട്ടുള്ള ഒരു ലോ ആൻഡ് ഓർഡർ മാറ്റർ വരുന്നത് ഇതിനകത്ത് കുട്ടിക്കലാശം പ്രോഗ്രാം നമ്മൾ എക്സ്പെക്ട് ചെയ്തു. അത് അത്തരത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വിപുലമായിട്ടുള്ള സജ്ജീകരണത്തിനായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് തയ്യാറാക്കി അൺടുവേർഡ് ആയിട്ടുള്ള യാതൊരു സിറ്റുവേഷൻസും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തും. അതോടൊപ്പം തന്നെ 23-ാം തീയതിയുള്ള വിജയാഘോഷങ്ങളുടെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെയും കൃത്യമായിട്ടുള്ള ബന്ധോബസ്ത് ചെയ്ത്
ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് തന്നെയുള്ള ഇലക്ഷൻ എൻഷുർ ചെയ്യാനുള്ള എല്ലാ നടപടികളും ചെയ്തിട്ടുണ്ട്. സോ ഫാർ ഇതുവരെയും ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നല്ല രീതിയിലുള്ള പോലീസ് ബന്ദോബസ്ത് LIC-യിലുടനീളം നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ജില്ലയിലെമ്പാടും ആ ദിവസങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രീകരിക്കുന്നതായിരിക്കും. നിലവിൽ നമ്മൾ ചർച്ചയിലായിട്ട് എത്തിയിട്ടില്ല. അത് അറിയിക്കുന്നതായി ഓരോരുത്തരെയും അല്ല, പോലീസ് നിയന്ത്രണങ്ങൾ അവരെങ്ങനെയാണ് പരിപാടികൾ വെക്കുന്നതെന്നനുസരിച്ച് നമ്മൾ ചർച്ച ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് അത് പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്ങനെയാണ് അത് അവർ ഡിസൈഡ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇങ്ങനെ തന്നെ നടത്തിയാലും പോലീസ് അത് പൂർണ്ണമായിട്ട് കവർ ചെയ്യാനുള്ള രീതിയിൽ സജ്ജീകരണം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ 91 പേര് ഒരു കമ്പനി. 14 എണ്ണമാണ് പ്രശ്നബാധിതവും ഫോറസ്റ്റ് അഡ്ജസ്റ്റന്റ് ആയിട്ട്. 14-11 പ്രശ്നബാധിത ബൂത്തുകളായിട്ട്, 3 എണ്ണം ഫോറസ്റ്റ് നിങ്ങൾക്കറിയാവുന്ന അകത്തുള്ള വനത്തിനകത്തുള്ള ബൂത്തുകൾ, 11 എണ്ണം പ്രശ്നബാധിത ബൂത്ത്, 3 എണ്ണം 7 ലൊക്കേഷൻസ് 14 എണ്ണം ഉണ്ടെങ്കിലും ലൊക്കേഷൻ. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.